ഹലോ. ഇനി നമുക്ക് ഈ കൺസ്യൂമർ സർപ്ലസിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതെന്താണെന്ന് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുമെന്ന് കരുതുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കൺസ്യൂമർ സർപ്ലസ് എന്നുള്ള ആ ഒരു പദവുമായിട്ട് കടന്നു പോയിട്ടുണ്ടാവും. അതായത് മാർക്കറ്റിലെ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങേണ്ട അവസ്ഥ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇനി നമുക്കുള്ളത് ഈ കൺസ്യൂമർ സർപ്ലസിൻ്റെ ഒരു ലിമിറ്റേഷൻസ് നിങ്ങൾ പഠിച്ചു. അതല്ലേ, അൺറിയലിസ്റ്റിക് ആണ്, ഇമാജിനറി ആണ്, പിന്നെ നെസസിറ്റീസ് ഓഫ് ലൈഫിന് നമുക്കൊരിക്കലും അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾക്ക് നമ്മൾ എത്ര വില കൊടുത്തും സാധനങ്ങൾ വാങ്ങും, പക്ഷെ അത് നമുക്ക് കൺസ്യൂമർ സർപ്ലസ് എന്നുള്ള രീതിയിലേക്കൊന്നും എടുക്കാൻ പറ്റൂല. അതുപോലെ രണ്ട് വ്യക്തികളുടെ കൺസ്യൂമർ സർപ്ലസ് നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായല്ലോ. എനിക്ക് എൻ്റെ ഇൻകവും വെൽത്തും ഒരുപോലെ, വേറൊരാളുടെ ഇൻകവും വെൽത്തും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വ്യക്തികളുടെ കൺസ്യൂമർ സർപ്ലസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻകം എഫക്റ്റിനെ ഇത് നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇൻകം കൂടുതലുള്ള ആളുകൾ എന്ത് വില കൊടുത്ത് എന്ത് സാധനവും വാങ്ങും. അപ്പോൾ ഇൻകം എഫക്റ്റിനെ ഇത് നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺസ്യൂമർ സർപ്ലസിൻ്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്. ഇത് പഠിച്ചാലുള്ള അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം മനസ്സിലാക്കിയാലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ്റിന് ഇത് ഉപകാരപ്രദമാണ്. കാരണം കമ്മോഡിറ്റിയുടെ മുകളിൽ ടാക്സ് ഫിക്സ് ചെയ്യാൻ ഗവൺമെൻറ്റിന് ഉപകാരപ്രദമാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യും? കൂടുതലായിട്ട് റവന്യൂ ഗവൺമെൻറ്റിന് കിട്ടും. ഓക്കെ. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് കൂടുതലുള്ള സാധനങ്ങളിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? ടാക്സ് കൂടുതലായിട്ട് ചുമത്തും. ഓക്കെ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം മദ്യത്തിനൊക്കെ കൂടുതലായിട്ട് വില കൂട്ടാൻ പോവുകയാണ് ഗവൺമെൻറ്. അപ്പം അങ്ങനെ ജനങ്ങൾക്ക് കൺസ്യൂമർ സർപ്ലസ് കൂടുതലുള്ള, അപ്പം ഇത് കഴിക്കുന്ന ആളുകൾക്ക് കൺസ്യൂമർ സർപ്ലസ് കൂടുതലുണ്ടായിരിക്കാം. അപ്പം അതിൻ്റെ മുകളിലെല്ലാം ഗവൺമെൻറ് ടാക്സ് കൂട്ടാൻ ഗവൺമെൻറ്റിനെ സഹായിക്കും. ഓക്കെ. അതുപോലെ മൊണോപൊളിസ്റ്റിന് വേരിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് പല പ്രൈസുകൾ ഫിക്സ് ചെയ്യാൻ കൺസ്യൂമർ സർപ്ലസ് സഹായിക്കും. ഓക്കെ. ലോവർ ഇൻകത്തിന് ഒരു പ്രൈസ്, ഹയർ ഇൻകത്തിന് വേറൊരു പ്രൈസ് എന്നുള്ള രീതിയിൽ അതിനെ നമുക്ക് സഹായിക്കും ഈ കച്ചവടക്കാരന്. ഓക്കെ. അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കമ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കും. കാരണം കൂടുതൽ പൈസ ചിലവാക്കപ്പെടുന്ന ഒരു കാര്യം, അപ്പോൾ അതിനർത്ഥം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതൽ എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഫോർവേഡ് കൺട്രി, ബാക്ക്വേഡ് കൺട്രി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ ഈ കൺസ്യൂമർ സർപ്ലസ് സഹായിക്കും. മനസ്സിലായല്ലോ. പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡിനെ സഹായിക്കും. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഈ കൺസ്യൂമർ സർപ്ലസ് കൂടുതലുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ധാരാളമായിട്ട് കയറ്റി അയക്കും. ഓക്കെ. കൺസ്യൂമർ സർപ്ലസ് കുറവുള്ള സാധനങ്ങൾ ഇറക്കുമതിയും ചെയ്യും. ഓക്കെ. അപ്പോൾ അതാണ് സംഭവം. അതുപോലെ ഫോറിൻ ആളുകളും അങ്ങനെ തന്നെയാണ്. അവർ ഇവിടേക്ക് കയറ്റി അയക്കുന്ന ഇപ്പോൾ ചൈനീസ് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? കൺസ്യൂമർ സർപ്ലസ് കൂടുതലായ കാരണമാണ് നമ്മൾ ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളും അവരും അത് വേറെ രീതിയിൽ ഉപയോഗിക്കും. ഓക്കെ. അതുപോലെ ഒരു വസ്തുവിൻ്റെ വാല്യൂ മെഷർ ചെയ്യാനും നമ്മളെ സഹായിക്കും. ഈ കൺസ്യൂമർ സർപ്ലസ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ പറയില്ല, വീട്ടുകാരൊക്കെ പറയാറുണ്ട്, വീട്ടിലൊക്കെ പറയില്ലേ, ഒരു ചെറിയ ഒരു പൈസയ്ക്ക് പോലും അതിൻ്റേതായ മൂല്യമുണ്ട്, അതില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരുന്നൊക്കെ വീട്ടുകാർ പറയാറുണ്ട്. ഓക്കെ. പിന്നെ ഒരു 5 രൂപ നിങ്ങളിപ്പം ഈ ബസ്സിലൊക്കെ വരുന്ന സമയത്ത് ഒരു 5 രൂപ ഇല്ലെങ്കിൽ പോലും ആ 5 രൂപ ബസ്സിന് കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ നടന്നു വരുന്ന അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കും. അപ്പം നമുക്ക് ഓരോ കാര്യത്തിൻ്റെ വാല്യൂ അളക്കാൻ കൺസ്യൂമർ സർപ്ലസ് സഹായിക്കും. ഓക്കെ. അപ്പം സാൾട്ടായാലും മാച്ച് ബോക്സ് ആയാലും സംഭവം അതിനൊക്കെ വില കുറവാണെങ്കിൽ പോലും അതിൻ്റെ വാല്യൂ ഭയങ്കരമാണ്. ഓക്കെ. കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു തീപ്പെട്ടി, മനസ്സിലായല്ലോ. അതുപോലെ ലക്ഷൂറിയസ് ആയ ഗുഡ്സിന് വാല്യൂ കുറവാണെങ്കിലും പ്രൈസ് കൂടുതലാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ വലിയ ഉപകാരമില്ലാത്ത, അതായത് നെസസിറ്റി അല്ലാത്തത്, ഇപ്പോൾ ജ്വല്ലറി, ഈ സ്വർണം എന്നുള്ള സാധനമൊക്കെ പ്രത്യേക ഉദാഹരണം. അതൊന്നും നമുക്കൊരു നെസസിറ്റി അല്ല. പക്ഷേ നെസസിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പണം ചിലവഴിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഏറ്റവും നെസസിറ്റി ഉള്ള സാധനങ്ങൾക്ക് ഇത്തിരി പൈസയാകുമ്പോൾ നെസസിറ്റി ഇല്ലാത്ത സാധനങ്ങൾക്കാണ് കൂടുതൽ പൈസ നമ്മൾ കൊടുക്കുന്നത്. അപ്പം വാല്യൂ മെഷർ ചെയ്യാൻ നമുക്ക് ഇത് സഹായിക്കും. അപ്പോൾ സ്വർണത്തിൻ്റെയൊക്കെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ കുറവാണ്, പക്ഷേ അതിൻ്റെ വാല്യൂ കൂടുതലാണ്. അപ്പോൾ
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ നമ്മുടെ സാൾട്ട് അങ്ങനെയൊക്കെ വില കുറവുള്ളതിൻ്റെ കൺസ്യൂമർ സർപ്ലസ് ഭയങ്കരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. അപ്പം ഇതൊക്കെയാണ് അത്. ഇനി നമുക്ക് ഓർഡിനൽ യൂട്ടിലിറ്റി പഠിക്കാനുണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നിങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ഒരു വസ്തുവിൻ്റെ യൂട്ടിലിറ്റി നമ്മൾ ഹൈറ്റ് വെയിറ്റ് ഒക്കെ പോലെ മെഷർ ചെയ്യുന്നതിനെ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഓർഡിനൽ യൂട്ടിലിറ്റി പറഞ്ഞ നേരെ ഓപ്പോസിറ്റാണ്. കാരണം ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ മെഷർമെൻറ്റ് നടക്കുന്നില്ല. മോണിറ്ററി ടേംസിൽ മെഷർമെൻറ്റ് നടത്താത്ത യൂട്ടിലിറ്റിയാണ് ഏത്? ഓർഡിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പം നമ്മൾ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ കമ്പയർ ചെയ്യുക. ഓക്കെ, നമ്മൾ പറയില്ല യൂട്ടിൽസ്, നമ്മുടെ ഈ ഓരോ എന്താണ് നമ്മൾ ഈ യൂട്ടിലിറ്റീനെ നമ്മൾ യൂട്ടിൽസ് എന്നൊക്കെ ഉപയോഗിച്ചു. അപ്പം യൂട്ടിൽസ് എന്ന് ഉപയോഗിച്ച് നമ്മുടെ എന്താ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ യൂട്ടിൽസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഓരോ വസ്തുവിൻ്റെയും യൂട്ടിൽസ് നമ്മൾ അളന്നിരുന്നു. അപ്പോൾ മാംഗോന് ഇത്ര യൂട്ടിൽസ്, ആപ്പിളിന് ഇത്ര യൂട്ടിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയതാണത്. പിന്നെ നമ്മുടെ ബൗൾഡിങ്ങിനെയൊക്കെ ഓർക്കുക, അദ്ദേഹമാണ് യൂട്ടിൽസ് എന്നുള്ള പദം കൊടുക്കുന്നത്. പക്ഷേ ഓർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് വി കാണ്ട് മെഷർ ദ യൂട്ടിലിറ്റി ഓഫ് എ പ്രോഡക്റ്റ് ഇൻ മോണിറ്ററി ടേംസ് എന്നാണ് പറയുന്നത്. അപ്പം വാട്ട് ഈസ് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓർഡിനൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞത് ദിസ് ഈസ് എ അനാലിസിസ് വിച്ച് സേസ് ദാറ്റ് ദ യൂട്ടിലിറ്റി ഓഫ് എ പ്രോഡക്റ്റ് കനോട്ട് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മോണിറ്ററി ബേസിസ്. ഓക്കെ, മോണിറ്ററി ബേസിസ് നമുക്ക് അളക്കാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ കമ്പയർ ദ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ബൈ റാങ്കിങ് മെത്തേഡ്. നമ്മൾ ഒന്നിന് കൂടുതൽ ഒന്ന് അങ്ങനെ പറയാം. അപ്പം റാങ്ക് കോറിലേഷനൊക്കെ നിങ്ങൾ ഓർക്കുക, പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഒരു രണ്ട് വിദ്യാർത്ഥികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും അവരെ ഹൈറ്റും വെയിറ്റൊക്കെ പോലെ നമുക്ക് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ സത്യസന്ധത ഒന്നും അളക്കാൻ കഴിയില്ലല്ലോ. അപ്പം നമ്മൾ റാങ്ക് കോറിലേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു വസ്തുവിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, യൂട്ടിലിറ്റി ലെവൽ നമുക്ക് മോണിറ്ററി ടേംസിൽ അളക്കാൻ പറ്റില്ല എന്നാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പറയുന്നത്. വി ക്യാൻ കമ്പയർ ദ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ത്രൂ റാങ്കിങ്. ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നിനെ പ്രതിഷ്ഠിക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനത്തിന് നല്ല റാങ്കും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതിന് കുറച്ച് റാങ്കും ഉണ്ടാകും. പക്ഷേ ഈ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും, പല ആളുകൾക്ക് പല ലെവലുണ്ടായിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഐസ്ക്രീം തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറവായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആപ്പിളോ അങ്ങനെയൊക്കെയുള്ള നമ്മൾക്കുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഓർത്തുട്ടോ, കാരണം നമ്മളൊരു 10-20 രൂപ ചിലവാക്കുന്ന, ഇപ്പം ഒരു ചായയും ഒരു കടിയും കുടിച്ച് നമുക്ക് 20 രൂപ ചിലവാകും. ഇതേ 20 രൂപ ഇപ്പം നേന്ത്രപ്പഴം, ഞാനിപ്പോൾ ഇന്ന് നേന്ത്രപ്പഴം വാങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, കാരണം 20 രൂപയ്ക്ക് നമുക്ക് 5 നേന്ത്രപ്പഴം കിട്ടി. അപ്പോൾ ഇൻഡിഫറൻസ് കർവ്, ഈ ഓർഡിനൽ യൂട്ടിലിറ്റിയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം 20 രൂപ കൊണ്ട് നമുക്ക് പലതും ചെയ്യാം, അതാണ് ഏറ്റവും പ്രധാനം. ഈ 20 രൂപ കൊണ്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒരു ചായ കടി അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലിനേക്കാൾ കൂടുതൽ ഈ നേന്ത്രപ്പഴം വാങ്ങുക എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിലേക്ക് മാറിയത്. അപ്പോൾ ഞാൻ 20 രൂപ കൊടുക്കുന്ന കച്ചവടക്കാരന് അതിനെ സംബന്ധിച്ച് നഷ്ടമാണ്. പക്ഷെ അത് നഷ്ടം വേറൊരു കച്ചവടക്കാരൻ എന്തായി മാറി, അതൊരു ഇൻകായി മാറി. അപ്പം എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആ വലിയൊരു പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് എനിക്കുണ്ടായിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ റാങ്കിലാണ് പറയുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയൊക്കെയാണ് പോവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ്, അങ്ങനെ നമ്മൾ ഓരോ വസ്തുവിൻ്റെ റാങ്കിങ് വരും. ഓക്കെ, ഇപ്പോൾ ഈ വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയനൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് വെജിറ്റേറിയൻ ഫുഡാവും ഫസ്റ്റ് റാങ്കിങ് വരിക, ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതില കൂടുക. നോൺ ആവുമ്പോൾ നോണിൻ്റെ ആളുകൾ അതിലേക്ക് മാറും. അപ്പം ഓർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് നമുക്കൊരിക്കലും യൂട്ടിലിറ്റി മോണിറ്ററി ടേംസിൽ അളക്കാൻ കഴിയില്ല, ബട്ട് വി ക്യാൻ മെഷർ ദ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ത്രൂ റാങ്കിങ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് അങ്ങനെ പോകും. ഇനി ഇതിൽ വരുന്ന വേറൊരു കാര്യമാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയും. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റാണ് എന്നാണ് ഇത് പറയുന്നത്.
അതായത് പുതിയ മോഡേൺ എക്കോണമിസ്റ്റൊക്കെ വിശ്വസിക്കുന്നത് യൂട്ടിലിറ്റി പറഞ്ഞ സൈക്കോളജിക്കൽ കൺസെപ്റ്റാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമല്ലേ ഉള്ളൂ. ഒരു 10-5 മിനിറ്റ്, ഇനിയിപ്പോൾ 15 മിനിറ്റ് എടുത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ 15 മിനിറ്റാണ് ആ രുചി മുകുളങ്ങൾ അല്ലെങ്കിൽ രുചി നമ്മുടെ നാവിൻ്റെ തുമ്പിലുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി. ചില ആളുകൾ ഭക്ഷണം തീരെ കഴിക്കുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും ഇത് തോന്നിയിട്ടുണ്ട്, ഈ യൂട്ടിലിറ്റി പറഞ്ഞ സൈക്കോളജിക്കലായുള്ള ഒരു കൺസെപ്റ്റാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഞാനൊരു ഫുഡ് ടേസ്റ്റോടെ കഴിക്കുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രവും നിങ്ങളൊരു ഫുഡ് ടേസ്റ്റോടെ കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു മനഃശാസ്ത്ര പ്രകാരമാണ് നമ്മളിത് തിന്നണമെന്ന് എനിക്ക് തോന്നുന്നത്. വിശപ്പൊരു കാര്യമാണ്, വിശപ്പുണ്ട്. പക്ഷെ വിശപ്പുണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ ഇത്തിരിയേ കഴിക്കുള്ളൂ, ചില സമയത്ത് വിശപ്പില്ലെങ്കിൽ നന്നായി കഴിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചു നോക്കും. ചിലപ്പോൾ നമ്മൾ വിശപ്പുണ്ടെങ്കിൽ പോലും ഇത്തിരിയേ കഴിക്കുക. ചിലപ്പോൾ നമ്മൾ നല്ല വിശക്കുന്ന സമയത്ത് നമ്മളൊരു കുളത്തിലൊക്കെ പോയി കുളിച്ച് വരുന്ന സമയത്ത് നമുക്ക് വിശപ്പ് മാറി. അതങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. അപ്പം പിന്നെ നമ്മളൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു വെള്ളം, ഒരു ലൈം ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ ആ വിശപ്പ് എവിടെ പോയി? അപ്പം പലപ്പോഴും ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ആസ്പെക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ കുളത്തിലുള്ള മനസ്സ് നിറഞ്ഞുള്ള കുളിയാണ് നമ്മുടെ ഈ വിശപ്പിനെ ഇല്ലാണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും മോഡേൺ എക്കണോമിസ്റ്റ് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നമുക്ക് ഒരിക്കലും യൂട്ടിലിറ്റി അളക്കാൻ പറ്റില്ല. പക്ഷേ ഇത് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ടേമിൽ നമുക്ക് അളക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ആൾട്ടർനേറ്റീവ് അപ്രോച്ചിനെ നമ്മൾ ഇൻഡിഫറൻസ് കർവ് തിയറി എന്ന് പറയും. അതായത് യൂട്ടിലിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് പ്യുവർലി സൈക്കോളജിക്കൽ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് തിയറി എന്ന് പറയുക. ഓക്കെ, ഇത് ഇൻഡിഫറൻസ് കർവ് ടെക്നിക് ഓർ ഓർഡിനലി യൂട്ടിലിറ്റി അനാലിസിസ് രണ്ടും ഒരു പേരാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഓർഡിനലി യൂട്ടിലിറ്റി അനാലിസിസ് എന്താണെന്ന് ചോദിച്ചാലും ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്താണെന്ന് ചോദിച്ചാലും നിങ്ങൾ ഒരേ മറുപടിയാണ് എഴുതേണ്ടത്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്കണോമിസ്റ്റ് എഡ്ജ്വർത്ത് എന്ന് പറയുന്നൊരു എക്കണോമിസ്റ്റാണ്. ഒരു ഇംഗ്ലീഷ് സിറ്റിസൺ ആയിരുന്നു അദ്ദേഹം. 1881 എഡ്ജ്വർത്ത് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തത്. എന്ത്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ പ്യുവർലി സൈക്കോളജിക്കലാണ്, ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ അതിനെ അളക്കാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ ഒരു എഡ്ജ്വർത്ത് ഉണ്ടാക്കിയെടുത്തു ആദ്യമായിട്ട്. പിന്നീട് ഇറ്റാലിയൻ എക്കണോമിസ്റ്റായ പാരറ്റോ, നല്ല പേരാട്ടാ, ഇറ്റാലിയൻ എക്കണോമിസ്റ്റായ പാരറ്റോ ഈ കൺസെപ്റ്റിനെ ഒന്നുകൂടി റീഡിഫൈൻ ചെയ്തു അല്ലെങ്കിൽ റിഫൈൻ ചെയ്തു, ശുദ്ധീകരിച്ചെടുത്തു 1906. ഓക്കെ, പിന്നീട് വരുന്ന റഷ്യൻ എക്കണോമിസ്റ്റായ സ്ലസ്കി എന്ന് പറയും. ഓക്കെ, ഇവർ അതുപോലെ പ്രൊഫസർ JR ഹിഗ്സ്, RJD അലൻ എന്നിവരൊക്കെ ഇതിനൊന്നുകൂടി എന്ത് ചെയ്തു? റിഫൈൻ ചെയ്തു ഇവരൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഹിഗ്സ് ആണത്ര ഇത് നന്നായിട്ട്, അതായത് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യത്തെ പ്രസൻറ്റ് ചെയ്ത ആൾ പ്രൊഫസർ JR ഹിഗ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, വാല്യൂ ആൻഡ് ക്യാപിറ്റൽ. 1939 പബ്ലിഷ് ചെയ്ത വാല്യൂ ആൻഡ് ക്യാപിറ്റലാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഓർ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ശരിയായ രീതിയിൽ എന്ത് ചെയ്തത്? ഇതൊന്ന് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് എന്താ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ് ഇൻ കാർഡിനൽ നമ്പേഴ്സ് അല്ലേ, ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ഓർഡിനലി. മനസ്സിലായല്ലോ? നമുക്ക് ഒരിക്കലും മോണിറ്ററി ടേംസിൽ അളക്കാൻ പറ്റില്ല, പക്ഷേ ഓർഡിനലി ലെവലിൽ അളക്കാൻ പറ്റും. അപ്പോൾ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലാതെ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ല. അത് പ്രധാനപ്പെട്ട ഒരു ടേമാട്ടോ. നമ്മുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലാണ്ട് എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, കൺസ്യൂമർ ക്യാൻ ഓൺലി സേ ദാറ്റ് വെദർ ദ ഗുഡ് ഈസ് എ ഗുഡ്സ് ഓർ വെദർ എ പർട്ടിക്കുലർ ഗുഡ് ഓർ ഗുഡ്സ് ഈസ് ഗ്രേറ്റ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നല്ലത് മോശം, അല്ലെങ്കിൽ കുഴപ്പമില്ല, മോർ ഓർ ലെസ് എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെയൊക്കെ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കാർഡിനൽ നമ്പറിൽ ഒരിക്കലും ഇതിനെ അളക്കാൻ പറ്റില്ല. എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനേ ഉള്ളൂ. ഓക്കെ, ഉദാഹരണം പറയുമ്പോൾ നമ്മൾ 2 വസ്തു, പെപ്സിയും കൊക്കക്കോളയും. ഓക്കെ, രണ്ടും സോഫ്റ്റ് ഡ്രിങ്കാണ്.
അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്ത്, എനിക്ക് പെപ്സിനേക്കാൾ ഇഷ്ടം കൊക്കക്കോളയാണ്, അല്ലെങ്കിൽ പറയാൻ പറ്റും കൊക്കക്കോളേനേക്കാൾ ഇഷ്ടം പെപ്സിയാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കൊക്കക്കോള കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, 100 കിട്ടുന്നുണ്ട്, പെപ്സി കുടിച്ചാൽ എനിക്ക് 90 കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഓക്കെ, ഇനി എന്താണ് ഈ ഇൻഡിഫറൻസ് കർവ് എന്ന് നോക്കാം. എന്നുവെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ ഇത്തിരി പൈസയുണ്ട്, നമുക്ക് ഒരുപാട് പ്രിഫറൻസ് ഉണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള ഇൻകം ഇത്രയാണ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് നീക്കി വെച്ച പണം ഇത്രയാണ്, പക്ഷെ നമ്മുടെ പ്രിഫറൻസ് ഒരുപാട് കാര്യങ്ങളിലുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഒരു ലിസ്റ്റ് രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അയ്യോ ഒരു 50 രൂപ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ അതിങ്ങനെ ചിലപ്പോൾ മനസ്സിലൊരു ലിസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ വരും. അപ്പോൾ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഡിഫറെൻറ്റ് ഫ്രം അതർ ലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ഗുഡ് ഒരു വസ്തു ഡിഫറെൻറ്റ് ഫ്രം അതർ ഗുഡ്സ്. അപ്പോൾ ആ ലെവൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് പ്രധാനമായിട്ട് ഇൻഡിഫറൻസ് കർവിൽ പറയുന്നത്. വെൻ എ കൺസ്യൂമർ റെഡി ടു പർച്ചേസ് സംതിങ് ഹി ഹാസ് സം ലെവൽ ഓഫ് അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പ്രിഫറൻസസ്. ഇങ്ങനെ ഒരുപാട് പ്രിഫറൻസ് ഉള്ള കാരണമാണ് ഇവൻ പണം ചെലവഴിക്കുന്നതിൽ അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്ന സമയത്ത് ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള കോമ്പിനേഷൻ, ഈ നമ്മളെ കയ്യിലുള്ള ലിസ്റ്റിലെ പ്രോഡക്റ്റിൻ്റെ മൊത്തത്തിലുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുക. ഓക്കെ, അപ്പം ഒരു കോമ്പിനേഷൻ ഈസ് ഇൻഡിഫറൻറ്റ് ഫ്രം അതർ കോമ്പിനേഷൻ. ഓക്കെ, അപ്പം ദ കോമ്പിനേഷൻ ഓഫ് product which we intended to purchase is known as indifference curve. Okay, അപ്പം there are lot of alternative combination. മനസ്സിലായല്ലോ, ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്, കുറച്ച് പൈസയുണ്ട്, എന്ത് ചെയ്യും. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ 20 രൂപ അല്ലെങ്കിൽ 20 രൂപ തന്നെ എടുക്കുക, 20 രൂപയ്ക്ക് എനിക്ക് ചായയും കടിയും കിട്ടും. ഇതേ 20 രൂപ വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേന്ത്രപ്പഴം വാങ്ങാം. ഇതേ 20 രൂപ വെച്ച് എനിക്ക് പലതും വാങ്ങാം, ഒരു പെപ്സി വാങ്ങാം, അല്ലെങ്കിൽ ഒരു 2 പാക്കറ്റ് ചിപ്സ് വാങ്ങാം. ഇങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഈ മൊത്തം കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതി വയ്ക്കുന്നതിന് എന്ത് പറയുക, ഇൻഡിഫറൻസ് ഷെഡ്യൂൾ. ഇത് നമ്മൾ സാധാരണ ഇതിൽ നമ്മളിതൊന്നും എഴുതി വയ്ക്കൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ എഴുതി വയ്ക്കും, ഇത്ര പൈസ കിട്ടി എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ. നമ്മളൊക്കെ ഇങ്ങനെ മൈൻഡിൽ കാണുക ചെയ്യുക. അപ്പോൾ 2 വസ്തു നമ്മൾ വാങ്ങുകയാണെങ്കിൽ, ഇപ്പം ആപ്പിളും ഓറഞ്ചും എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ 1 യൂണിറ്റ് ആപ്പിളും 20 യൂണിറ്റ് ഓറഞ്ചും പറഞ്ഞ് നമുക്കൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാം. 2 യൂണിറ്റ് ആപ്പിൾ എന്ന് പറഞ്ഞ് 15 യൂണിറ്റ് ഓറഞ്ച് പറഞ്ഞ് വേറെ കോമ്പിനേഷൻ ഉണ്ടാക്കാം. 3 യൂണിറ്റ് ആപ്പിൾ എന്ന് പറഞ്ഞ് 10 യൂണിറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് വേറെ വേറെ കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂൾ നിങ്ങളുടെ പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു എൽ എന്ന് നമ്മൾ എഴുതുക. എൽ എന്നിട്ട് നിങ്ങൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എൽ എന്നുള്ളതിലിടില്ലേ, അപ്പോൾ ഒരു സ്ഥലത്ത് നമ്പർ ഓഫ് ഓറഞ്ചും ഒരു സ്ഥലത്ത് നമ്പർ ഓഫ് ആപ്പിൾ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം ഒരു കോൾ വരുന്നുണ്ട്, നോക്കാം. അപ്പോൾ ഈ ഇൻഡിഫറൻസ് ഷെഡ്യൂളിൽ നമ്മൾ കാര്യങ്ങൾ നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത ഇതിൽ പറയാം. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അതൊക്കെ അടുത്തതിൽ.